ബിഗ് ബോസിൻ്റെ ഒരു വിശേഷം പറയാനാണ് വന്നോളത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു ചെറിയ വിശേഷം കൂടി പറഞ്ഞിട്ട് നമുക്ക് ബിഗ് ബോസിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. ചെറുപ്പത്തിലെ നമ്മൾ ഓണം വരും, ഓണം 10 ദിവസമാണ്. അപ്പം നമ്മൾ ആലോചിക്കും ഈ ഓണത്തിന് എന്താ ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ ഓണത്തിന് വന്നുകൂടെ, ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം ഓണത്തിന് വന്നുകൂടെ എന്ന് തോന്നും. എന്താണ് ഓണം വരുമ്പോഴാണ് നമുക്ക് നേന്ത്രപ്പഴം നമ്മൾ തിന്നാൻ പറ്റണത്, പപ്പടം കൂട്ടി ചോറുണ്ണാൻ പറ്റുന്നത്, 3 തരം കറി കൂട്ടി ചോറുണ്ണാൻ പറ്റണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 മാസം കഴിയുമ്പോഴേക്കും ഓണം വരണേ നമ്മൾ പ്രാർത്ഥിക്കും. ഒരു കൊല്ലമാകുമ്പോൾ നമുക്ക് ക്ഷമയില്ല, ഓണം എന്നാണെന്ന് വിചാരിച്ചിരിക്കും. ഓണം വന്നു കഴിഞ്ഞാൽ കടം മേടിച്ചിട്ടായാലും എന്തെങ്കിലും വിറ്റിട്ടായാലും ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കിലോ എന്നുള്ളൊരു സന്തോഷം. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം. എല്ലാ പൂരങ്ങളും ഒരു ദിവസം അവസാനിക്കുമ്പോൾ തൃശ്ശൂർ പൂരം 3 ദിവസമാണ്. ആ 3 ദിവസം നമുക്കൊരു ഉത്സവം തന്നെയാണ്. തൃശ്ശൂർ പൂരപ്പറമ്പിൽ നമ്മൾ വീട്ടിൽ പോവില്ല. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ പൂരം നമ്മൾ വിചാരിക്കും അതൊരു 6 മാസം കൂടുമ്പോൾ ഒരു പൂരം വരാലോ, എന്തിനാ ഈ കൊല്ലത്തിൽ വെച്ചോണെന്ന് തോന്നും. അതേപോലെ തന്നെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ഇപ്പം നമുക്ക് ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം വെച്ചുകൂടെ? എൻ്റെ മനുഷ്യന് 2 പ്രാവശ്യം വെച്ചുകൂടെ? നമുക്കൊരു അത്രയധികം നമ്മൾ അഡിക്റ്റ് ആവണം ബിഗ് ബോസിന് വേണ്ടിയിട്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ബിഗ് ബോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കിട്ടണം, വീണ്ടും ഒരു അനീഷിനെ കിട്ടും, വീണ്ടും ഒരു അനിമോളെ കിട്ടും, വീണ്ടും ഒരു നമ്മുടെ ഡോക്ടർ റോബിനെ കിട്ടും, വീണ്ടും മാരാരെ കിട്ടും, അങ്ങനെ എത്ര ഷാനവാസിനെ കിട്ടും, അങ്ങനെ എത്ര ആൾക്കാരെ നമുക്ക് കിട്ടും, ജിൻഡോനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ എത്ര ആൾക്കാരെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം ബിഗ് ബോസ് വയ്ക്കി നടപ്പുള്ള കാര്യമല്ല എന്നറിയാം, ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കോടികൾ ചിലവുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. അപ്പോൾ അത് അതിൻ്റെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊല്ലം തന്നെ നടത്താൻ തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം പറഞ്ഞതാണ് കേട്ടോ. ബിഗ് ബോസിൻ്റെ ലാലേട്ടനെ നമുക്ക് സിനിമയിൽ കാണുമ്പോൾ ലാലേട്ടൻ എന്തോ നമുക്കൊരു അകലം ഫീൽ ചെയ്യും. ആ സ്ഥാനത്ത് ബിഗ് ബോസിലെ ലാലേട്ടൻ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ലാലേട്ടൻ വന്ന് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീലിങ്സ് കിട്ടും. നമ്മൾ ആ ബിഗ് ബോസ് മത്സരാർത്ഥികൾ അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളും ചെറ്റത്തരങ്ങളൊക്കെ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പ്രതിനിധിയായി നിന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നമുക്കത് ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ചോദിക്കാൻ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആ ലാലേട്ടനോടുള്ള സ്നേഹം നമ്മൾ 10 ഇരട്ടി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാലേട്ടൻ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, ബിഗ് ബോസിൽ കൂടെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ലാലേട്ടനോട് നമുക്ക് ഒരുപാട് സ്നേഹമാണ്. ലാലേട്ടനാണ് ബിഗ് ബോസിൻ്റെ നട്ടെല്ല്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും ഉള്ളൂ. ലാലേട്ടല്ലേ മലയാളത്തിൽ ബിഗ് ബോസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആർഭാടപൂർവമായി വരുന്ന ഒരു ബിഗ് ബോസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഓണം വരുന്ന പോലെ, തൃശ്ശൂർ പൂരം വരുന്ന പോലെ, പുലിക്കളി വരുന്ന പോലെ ഒരു കൊല്ലത്തിൽ നമ്മൾ കാത്തിരിക്കുന്നു. എന്തായാലും